പ്രഭാതത്തെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസറിയുടെ പോഡ്കാസ്റ്റിൻ്റെ 4ാമത്തെ പാട്ടാണിത്. നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നത് സിർക്കാഡിയം ക്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്ലോക്കിനെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ഉണർവോടും ഉന്മേഷത്തോടും ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ പ്രൊഡക്ഷൻ, മെറ്റബോളിസം, ഡൈജഷൻ തുടങ്ങി എല്ലാം ഈ ഒരു ക്ലോക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ക്ലോക്ക് സൂര്യപ്രകാശവുമായി വളരെയധികം സെൻസിറ്റീവാണ്. സൂര്യപ്രകാശം, അതായത് നാച്ചുറൽ ലൈറ്റ്, നിങ്ങളുടെ കണ്ണിലേക്ക് അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പോകുന്നു. രാവിലെ എഴുന്നേൽക്കേണ്ട സമയമായി, ഉണരേണ്ട സമയമായി. സൂര്യപ്രകാശം ഈ ക്ലോക്കിനെ റെഗുലേറ്റ് ചെയ്യുന്നു. സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിലെ കോർട്ടിസോൾ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നു. രാവിലെയുള്ള സമയത്ത് കോർട്ടിസോൾ അതിൻ്റെ പീക്കിലെത്തുന്നു. എന്നാൽ സൂര്യപ്രകാശത്തിന് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശത്തിലേക്ക് വരുന്നില്ല, ഇരുണ്ട മുറിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു കോർട്ടിസോൾ റെസ്പോൺസ് കുറയുന്നു. രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശത്തിൽ 15 മുതൽ 30 മിനിറ്റ് ഇരിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. രാവിലെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മോർണിംഗ് ലൈറ്റ് ലഭിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെപ്പറ്റി ഒരു സ്റ്റഡിയിൽ ഇങ്ങനെ പറയുന്നു. അവർ കൂടുതൽ വേക്ക്ഫുള്ളാകുന്നു, ജാഗ്രതമാകുന്നു, അതുപോലെ തന്നെ അവരുടെ മൂഡ് ഇംപ്രൂവ് ആകുന്നു, ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നു. സൺലൈറ്റ് നിങ്ങളുടെ ശരീരത്തിലെ സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുന്നു. സന്തോഷത്തിൻ്റെയും വെൽബീയിങ്ങിൻ്റെയും ഫീലിംഗ് ഉണ്ടാക്കുന്നത് സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷനാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ സൂര്യപ്രകാശം കൊള്ളുന്നതിലൂടെ സീസണൽ ഡിപ്രഷൻ ഉണ്ടാകുന്ന ആളുകളിൽ വളരെയധികം മൂഡ് ബെറ്റർ ആകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സൺലൈറ്റ് കൊള്ളുന്നതിൻ്റെ അടുത്ത പ്രധാന പ്രയോജനം മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. മെലാറ്റോണിൻ ഉറക്കത്തിന് വേണ്ടിയുള്ള ഹോർമോണാണ്. ഇരുട്ടത്താണ് അത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയും ഇരുണ്ട മുറിയിലിരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ സ്ലീപ്പിയായി തോന്നുന്നു. എന്നാൽ സൂര്യപ്രകാശത്തിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം നിൽക്കുന്നു. രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരത്തിലേക്ക് ഒരു സിഗ്നൽ പോകുന്നു, രാത്രി അവസാനിച്ചു, പകലായി, ആക്റ്റീവ് ആകേണ്ട സമയമായി. ഇതിലൂടെ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുന്നത് സ്ലീപ്പ് സൈക്കിളിനെ കൂടുതൽ ബെറ്ററാക്കുന്നു. വളരെ വേഗത്തിൽ രാത്രി ഉറങ്ങുന്നതിനും രാവിലെ എഴുന്നേൽക്കുന്നതിനും ഇത് സഹായിക്കും. ആളുകൾ ചിന്തിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കോഫി കുടിച്ച് കിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. എന്നാൽ കോഫി കുടിച്ച് ഉണർവാക്കുന്നതിലും എത്രയോ നല്ലതാണ് രാവിലെയുള്ള സൂര്യപ്രകാശവും ഒരു ഗ്ലാസ് ജലവും കൊണ്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നാച്ചുറലായിട്ട് ഉണർത്തുന്നതാണ്. ശരീരത്തിന് ക്ഷീണമുണ്ടാകുന്ന മറ്റൊരു കോമ്പോസിഷനാണ് അഡിനോസിൻ. കോഫി കുടിക്കുമ്പോൾ ഇതിൻ്റെ കോമ്പോസിഷനെ ടെമ്പററായിട്ട് ബ്ലോക്ക് ആക്കുന്നു. പക്ഷേ സൺലൈറ്റിനെ നാച്ചുറലായിട്ട് അഡിനോസിനെ ബാലൻസ് ചെയ്യാനും സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജിയെ കൊണ്ടുവരാനും സാധിക്കും. പക്ഷേ നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ അഡിനോസിനെ ഒരു ക്രാഷ് ഉണ്ടാക്കി ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൂര്യപ്രകാശം രാവിലെ കൊള്ളുന്നതിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു എന്നാണ്. സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ വിറ്റാമിൻ ഡി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. വിറ്റാമിൻ ഡി നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഇമ്മ്യൂൺ ഫംഗ്ഷനും മാനസിക ആരോഗ്യത്തിനും വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്നു. അതുപോലെ വിറ്റാമിൻ ഡി നമ്മളുടെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാകുന്നതിനും ഡിപ്രഷനും ശരീരം ക്ഷീണിക്കുന്നതിനും നാച്ചുറലായിട്ടുള്ള ജൈവികമായ പ്രകൃതിദത്തമായി കിട്ടുന്ന വിറ്റാമിനാണ്. അടച്ചിട്ട റൂമിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ വിറ്റാമിൻ നഷ്ടപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾ, അതുപോലെ റൂമിലും സൂര്യപ്രകാശത്തിൻ്റെ വേവ് ലെങ്ത്തുള്ള ചില ലൈറ്റുകൾക്ക് സൂര്യപ്രകാശത്തിന് സമാനമായി ശരീരത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ലഭ്യമാണ്. അത് ഓഫീസിൽ തന്നെ ഇരുന്നു കൊണ്ട് വിൻഡോയുടെ അടുത്തിരിക്കുന്നവർ കൂടുതലായിട്ട് പ്രൊഡക്റ്റീവ് ആവുന്നതായി കണ്ടിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ഉണർവും ഉന്മേഷവും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രഭാതത്തെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസറിയുടെ പോഡ്കാസ്റ്റിൻ്റെ 4ാമത്തെ പാട്ടാണിത്. അടുത്ത പാട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.